ഒരു യുദ്ധം അവസാനിക്കുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ വാർത്തകൾ മാധ്യമ ശ്രദ്ധയിൽ നിന്ന് മറയുമ്പോൾ നമ്മൾ കരുതുന്നത് അവിടെയുള്ള മനുഷ്യരുടെ സങ്കടങ്ങളും അവസാനിച്ചു എന്നാണ്. എന്നാൽ ദുരന്തങ്ങളുടെ ബാക്കി പത്രങ്ങൾ പേറുന്നവരുടെ വേദനകൾ നമ്മൾ വിചാരിക്കുന്നതിലും എത്രയോ ആഴത്തിലുള്ളതാണ്. അത്തരം തീരാവേദനകളുടെ കഥകളാണ് ഗസയിൽ നിന്ന് ഓരോ ദിവസവും പുറത്തു വരുന്നത്. അത്തരത്തിലൊന്നാണ് ഗസയിൽ മരണപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിനായി കുടുംബങ്ങൾ അനുഭവിക്കുന്നത്. ഗസയിലെ ജനങ്ങൾ തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ തിരികെ ലഭിക്കാനും അവർക്ക് മാന്യമായി അന്ത്യകർമ്മം നൽകാനുമായി നടത്തുന്ന വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനെക്കുറിച്ചും പ്രതിസന്ധികളെക്കുറിച്ചും അറിയാം. സ്വാഗതം എൻഡപ്തിലേക്ക്. ഗസയിൽ കഴിഞ്ഞ 3 വർഷത്തോളമായി തുടരുന്ന സംഘർഷങ്ങളിൽ കൊല്ലപ്പെടുകയും എന്നാൽ മൃതദേഹങ്ങൾ പോലും തിരികെ ലഭിക്കാതിരിക്കുകയും ചെയ്ത 10,000-കണക്കിന് സംഭവങ്ങളാണുള്ളത്. തകർന്നു വീണ കെട്ടിടങ്ങൾക്കിടയിലും കോൺക്രീറ്റ് അവശിഷ്ടങ്ങൾക്കിടയിലും പ്രിയപ്പെട്ടവരുടെ ശരീരഭാഗങ്ങൾ എവിടെയെങ്കിലും ബാക്കിയുണ്ടോ എന്ന് തിരയുന്ന മനുഷ്യർ. അവരുടെ ഏക ലക്ഷ്യം തങ്ങളുടെ മക്കളുടെയോ മാതാപിതാക്കളുടെയോ അവശിഷ്ടങ്ങളെങ്കിലും ഒന്ന് കണ്ടുകിട്ടുക, ആചാരപ്രകാരം മണ്ണിലേക്ക് മടക്കുക എന്നത് മാത്രമാണ്. ഒരു കഷ്ണം അസ്ഥിയോ വസ്ത്രത്തിന്റെ കഷണമോ ലഭിച്ചാൽ പോലും അത് ആശ്വാസമായി കരുതേണ്ടി വരുന്ന ദാരുണമായ അവസ്ഥയാണ് അവർ നേരിടുന്നത്. ബോംബാക്രമണങ്ങളിൽ തകർന്ന കൂറ്റൻ കെട്ടിടാവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാനുള്ള യന്ത്രങ്ങളോ മറ്റു ഉപകരണങ്ങളോ ഗസയിൽ ലഭ്യമല്ല. ഇതിനു പുറമെ ലഭിക്കുന്ന മൃതദേഹാവശിഷ്ടങ്ങൾ തിരിച്ചറിയാനുള്ള DNA പരിശോധനാ സൗകര്യങ്ങളോ ലബോറട്ടറികളോ അവിടെ പൂർണ്ണമായും തകർക്കപ്പെട്ടിരിക്കുകയാണ്. പലപ്പോഴും തിരിച്ചറിയാൻ കഴിയാത്ത മൃതദേഹങ്ങൾ പൊതുശ്മശാനങ്ങളിൽ സംസ്കരിക്കപ്പെടുകയാണ്. സ്വന്തം ബന്ധു ജീവിച്ചിരിപ്പുണ്ടോ അതോ മരിച്ചോ എന്ന് പോലും ഉറപ്പില്ലാതെ മരണാനന്തര ചടങ്ങുകൾ നടത്താൻ കഴിയാതെ അനുഭവിക്കുന്ന ഈ മാനസിക വിഷമം ഏതൊരു യുദ്ധമുറിവിനേക്കാളും വലുതാണ്. കഴിഞ്ഞ ദിവസമാണ് ഗസ സിറ്റിയിലെ സബ്ര പ്രദേശത്ത് അബു ഷാരിയ അൽ ഹസൈന എന്നീ 2 കുടുംബങ്ങളിൽപ്പെട്ട 112 ഫലസ്തീനികളുടെ കൂട്ട ഖബറടക്ക ചടങ്ങ് നടത്തിയത്. 3 വർഷത്തെ കാത്തിരിപ്പുകൾക്ക് ശേഷമാണ് ഈ കുടുംബങ്ങൾ ഈ ചടങ്ങ് നടത്തിയത്. തന്റെ കുടുംബത്തിലെ പ്രിയപ്പെട്ടവരുടെ ശേഷിച്ച മൃതദേഹാവശിഷ്ടങ്ങളെങ്കിലും ചേർത്ത് പിടിക്കാൻ ആഗ്രഹിച്ചിരുന്നുവെന്ന ബന്ധുക്കളുടെ വാക്കുകൾ ഈ സങ്കടത്തിന്റെ ആഴം വ്യക്തമാക്കുന്നു. ആയിരക്കണക്കിന് ആളുകളാണ് കണ്ണീരോടെയും വിലാപങ്ങളോടെയും ഈ കൂട്ടപ്രാർത്ഥനയിലും ഖബറടക്കത്തിലും പങ്കെടുക്കാനായി ഗസ സിറ്റിയിൽ തടിച്ചുകൂടിയത്. 2023 നവംബറിൽ സബ്ര മേഖലയിലുണ്ടായ വിനാശകരമായ ഇസ്രായേലി വ്യോമാക്രമണത്തിലാണ് ഇത്രയധികം ആളുകൾ ഒറ്റയടിക്ക് കൊല്ലപ്പെട്ടത്. ആക്രമണത്തിൽ ഇവരുടെ വീടുകളും ആവാസ മേഖലകളും പൂർണ്ണമായും കോൺക്രീറ്റ് അവശിഷ്ടങ്ങളായി മാറിയിരുന്നു. അതിനുശേഷമുള്ള നിരന്തരമായ ബോംബാക്രമണങ്ങളും സുരക്ഷാ ഭീഷണികളും കനത്ത യന്ത്ര സാമഗ്രികളുടെ അഭാവവും കാരണം കെട്ടിടാവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാനോ അടിയിൽപ്പെട്ടവരെ പുറത്തെടുക്കാനോ സാധിച്ചിരുന്നില്ല. വർഷങ്ങളോളം തുടർന്ന ഇത്തരം പ്രതികൂല സാഹചര്യങ്ങൾ കാരണമാണ് പ്രിയപ്പെട്ടവർക്ക് ഒരു ഖബറടക്കം പോലും നൽകാനാകാതെ 3 വർഷത്തോളം ബന്ധുക്കൾക്ക് കാത്തിരിക്കേണ്ടി വന്നത്. സമീപകാലത്ത് ഫലസ്തീൻ സിവിൽ ഡിഫൻസ് ടീമുകൾ നടത്തിയ കഠിന ശ്രമങ്ങൾക്കൊടുവിലാണ് തകർന്നടിഞ്ഞ വീടുകളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ഈ മൃതദേഹാവശിഷ്ടങ്ങൾ പുറത്തെടുക്കാൻ സാധിച്ചത്. തുടർന്ന് മൃതദേഹങ്ങൾ സൂക്ഷിച്ചിരുന്ന പെട്ടികളിൽ ഫലസ്തീൻ പതാകകൾ പുതപ്പിച്ച് ബന്ധുക്കൾക്ക് കൈമാറുകയും ഇസ്ലാമികാചാരപ്രകാരമുള്ള അന്ത്യപ്രാർത്ഥനകൾക്ക് ശേഷം അവരെ അടക്കം ചെയ്യുകയും ചെയ്തു. 3 വർഷത്തെ അനിശ്ചിതത്വത്തിനും വേദനയ്ക്കുമൊടുവിൽ തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് മാന്യമായ ഒരു വിടവാങ്ങൽ നൽകാനായതിന്റെ ആശ്വാസവും എന്നാൽ അനുഭവിച്ച നഷ്ടത്തിന്റെ വലുപ്പവും ബന്ധുക്കൾ പങ്കുവയ്ക്കുന്നുണ്ട്. ഗസയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ കൂട്ട ഖബറടക്കങ്ങളിൽ ഒന്നാണിതെന്ന് അവിടുത്തെ എമർജൻസി അധികൃതർ ചൂണ്ടിക്കാണിക്കുന്നു. ഇത് കേവലം 2 കുടുംബങ്ങളുടെ മാത്രം കഥയല്ലെന്നും ഇസ്രായേൽ ആക്രമണത്തിൽ തകർന്നടിഞ്ഞ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ഇനിയും ആയിരക്കണക്കിന് ഫലസ്തീനികളുടെ മൃതദേഹങ്ങൾ കെട്ടിക്കിടക്കുന്നുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവവും ബോംബാക്രമണങ്ങളും കാരണം പുറത്തെടുക്കാനാകാതെ കിടക്കുന്ന ഇത്തരം മൃതദേഹങ്ങൾ ഗസയിലെ യുദ്ധം സൃഷ്ടിച്ച മാനുഷിക ദുരന്തത്തിന്റെ വ്യാപ്തി വെളിപ്പെടുത്തുന്നതാണെന്നും ഈ റിപ്പോർട്ട് വിശദീകരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ ഗസയിലെ അവസ്ഥ ഇപ്പോഴും അതീവ ഗുരുതരമായി തുടരുകയാണ്. അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകളുടെ പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഇപ്പോഴും 10,000-ലധികം മൃതദേഹങ്ങൾ കോൺക്രീറ്റ് അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇവ പുറത്തെടുക്കാൻ ആവശ്യമായ വലിയ ക്രെയിനുകളും യന്ത്രങ്ങളും എത്തിക്കാൻ അന്താരാഷ്ട്ര തലത്തിൽ സമ്മർദ്ദമുയരുന്നുണ്ടെങ്കിലും ഉപരോധം കാരണം ഇവയൊന്നും പ്രദേശത്തേക്ക് എത്തിക്കാൻ സാധിക്കുന്നില്ല. കൂടാതെ ഐക്യരാഷ്ട്രസഭയുടെയും റെഡ് ക്രോസിന്റെയും നേതൃത്വത്തിൽ കാണാതായവരെ തിരിച്ചറിയുന്നതിനായി താൽക്കാലിക DNA ഡാറ്റാബേസുകൾ നിർമ്മിക്കാനും തകർന്ന പ്രദേശങ്ങളിൽ തിരച്ചിൽ ശക്തമാക്കാനുമുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. എങ്കിലും അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവവും തുടരുന്ന സുരക്ഷാ ഭീഷണികളും ഈ ദൗത്യത്തിന് വലിയ തടസ്സമാണ് സൃഷ്ടിക്കുന്നത്.